ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ദുഃഖശനിയുടെ വിശേഷങ്ങളായാലോ. ദുഃഖശനിയാഴ്ച രാവിലെ 7 മണിക്കാണ് ഞങ്ങളുടെ പള്ളി കുർബാന തുടങ്ങുന്നത്. അത് ഇന്നത്തെ കുർബാനയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കോതമംഗലം രൂപതയുടെ മെത്രാൻ അഭിവന്ദ്യമാർ ജോർജ് മർത്തിക്കണത്തി പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഇന്നത്തെ കുർബാന. അടുത്തത് പുത്തൻ വെള്ളത്തിൻ്റെ വെഞ്ചിരിപ്പാണ്. ദുഃഖശനിയാഴ്ച പുത്തൻ വെള്ളവും പുത്തൻ തിരിയും കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ പുത്തൻ വെള്ളം വെഞ്ചരിച്ച് എല്ലാവരിലും തളിച്ചു. അത് കഴിഞ്ഞ് മാമോദീസയുടെ സമയത്ത് നമ്മൾ ഏറ്റുപറഞ്ഞ വിശ്വാസം വീണ്ടും ഏറ്റുപറഞ്ഞ് പ്രഘോഷിക്കുന്ന ശുശ്രൂഷയാണ്. അടുത്തത് പുത്തൻതിരി തെളിയിക്കലാണ്. പുത്തൻതിരി തെളിയിച്ച് ആ തിരിയിൽ നിന്നാണ് അൾത്താരയിലെ ബാക്കി തിരികളെല്ലാം തെളിയിച്ചത്. കുർബാനയ്ക്ക് ശേഷം പിതാവ് ഇടവകയിലെ ജനങ്ങളോടൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് 50 ദിവസവും പള്ളിയിൽ വന്ന കുട്ടികൾക്ക് സമ്മാനമൊക്കെ നൽകി. അത് കഴിഞ്ഞ് പുത്തൻവെള്ളവും പുത്തൻതിരിയൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. വീട്ടിലെത്തിയതും നമ്മുടെ ഈസ്റ്റർ പ്രിപ്പറേഷൻസ് തുടങ്ങുവാണ്. പിടിയും കോഴിയാണ് രാവിലത്തെ സ്പെഷ്യൽ. മമ്മി അവിടെ ചിക്കൻ വറുത്ത് കറി വയ്ക്കുന്ന തിരക്കിലാണ്. ഞങ്ങളിവിടെ പിടി ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെളുപ്പിന് 3 മണിക്കാണ് കുർബാന. 50 ദിവസം നോമ്പ് നോക്കിയതല്ലേ. കുർബാന കഴിഞ്ഞ് വരുന്ന വഴിയെ നോമ്പ് കുറിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടത്തില്ല. അപ്പം അതിന് രാത്രി തന്നെ എല്ലാം സെറ്റാക്കി വെക്കണമല്ലോ. അതിൻ്റെ തത്രപ്പാടിലാണ് എല്ലാവരും. അങ്ങനെ പിടിയും കോഴിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബായ്.